ഇനി ചെറിയ കമ്പ് തന്നെ ഒരുപാട് പൂവ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പൂവ് നമ്മൾ നുള്ളി കളയും ചെയ്യട്ടെ. കാരണം അത്രക്ക് ഫുള്ള് കായ് ആയി കഴിഞ്ഞാൽ ആ ചെടിക്ക് താങ്ങാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ നുള്ളി കളഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ചെറിയ തൈ നട്ടുമ്പോൾ തന്നെ അതിൽ പൂവിട്ടെന്ന് വിചാരിച്ച് എല്ലാ പൂക്കളും നുള്ളി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് എനിക്ക് കമൻറ്റിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മളെ ഹ്യൂമിക് ആസിഡ്, ഫൾവിക് ആസിഡ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ എത്ര കാലയളവിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഹ്യൂമിക് ആസിഡും അതേപോലെ ഫൾവിക് ആസിഡും നമുക്ക് ഒരു വളമായിട്ട് കൊടുക്കുന്നതല്ല. കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കുക, അതിൻ്റെ വേരുകളിൽ വളർച്ച വരാനും അതേപോലെ മണ്ണിനെ നല്ല ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഹ്യൂമിക് ആസിഡും അതേപോലെ ഫൾവിക് ആസിഡും. ഇതിലൊരു വളമായിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മണ്ണിൽ നമുക്ക് ഒരു മാസത്തിലൊരിക്കൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസത്തിലൊരിക്കൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാ 2 മാസം കൂടുമ്പോൾ വെച്ചാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കരിയിലൊക്കെ നല്ല രീതിയിൽ പൊതട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 4 മാസം കൂടുമ്പോഴൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ഈ കരിയിലൊക്കെ അലിഞ്ഞ് കഴിഞ്ഞാലും ഈ ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഒക്കെ തന്നെയാണ് ആയി മാറുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതല്ല. ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ വളങ്ങളാണ്. അതും ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ മാത്രമാണ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതേപോലെ നമ്മൾ കീടനാശിനിയോ അല്ലെങ്കിൽ ഫംഗിസൈഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിന്റെ ഉദ്ദേശം അത് ചെടികൾ വലിച്ചെടുക്കാനല്ല, ചെടികളിൽ വരുന്ന കീടശല്യം ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ആ സുഹൃത്ത് നഴ്സറിയിൽ നിന്ന് ഒരു പേരക്കന്റെ തൈ വാങ്ങി. അത് വാങ്ങുന്ന ടൈമിൽ തന്നെ അതിലൊരു പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിറയെ പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പം അന്ന് നഴ്സറിക്കാരൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം പൂവിട്ടതൊക്കെ നമ്മൾ നുള്ളിക്കളയണം എന്നുള്ളത്. അപ്പോൾ ആ പേരക്കയിൽ ഇപ്പം പൂവിട്ടത് ഫുള്ള് നുള്ളിക്കളയണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പേരക്ക തൈയൊക്കെ നമുക്ക് ലെയർ ചെയ്തിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ടൈമിൽ ഒരു പേരക്ക ഉണ്ടാവും. പിന്നീട് ചിലപ്പോൾ അത് പൂവിടാം. ഈ പൂവിടുന്നതൊക്കെ കായ് ആവണം എന്നില്ല കേട്ടോ. കാരണം അത് പരാഗണം നടക്കാതെ കൊഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലൊക്കെ പൂവുകൾ കൊഴിഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ അതെങ്ങനെ നുള്ളിയിടേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തിയാൽ മാത്രം മതി. കാരണം ചെറിയ കമ്പാണെന്നുണ്ടെങ്കിൽ അതിൽ പേരക്ക ഉണ്ടായാലും അത് താങ്ങാനുള്ള ശേഷി ആ ചെടിക്കുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെ ഇല്ലാതെ നമ്മളത് കായ്പ്പിച്ചെടുക്കുമ്പോൾ അത് ചിലപ്പോൾ ചെടിൻ്റെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ ദോഷം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പൂവും നമ്മൾ നുള്ളിക്കളയൊന്നും വേണ്ട. നമുക്ക് ആദ്യം എത്ര കായ് ആവും എന്നുള്ള നമുക്ക് ശ്രദ്ധിക്കുക. ആ ചെടിൻ്റെ ആരോഗ്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. ഈ ചെറിയ കമ്പ് തന്നെ ഒരുപാട് പൂവ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പൂവ് നമ്മൾ നുള്ളിക്കളയും ചെയ്യട്ടെ. കാരണം അത്രക്ക് ഫുള്ള് കായ് ആയി കഴിഞ്ഞാൽ ആ ചെടിക്ക് താങ്ങാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ നുള്ളിക്കളഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ ചെറിയ തൈ നട്ടുമ്പോൾ തന്നെ അതിൽ പൂവിട്ടെന്ന് വിചാരിച്ച് എല്ലാ പൂക്കളും നുള്ളിക്കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കുമ്മായത്തിനെ കുറിച്ചിട്ട് അതേപോലെ കുമ്മായം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വീക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ 3 വർഷമായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അയച്ചാൽ 250ഓളം ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്നേ വരെ കുമ്മായം ഇട്ട് കൊടുത്തിട്ടില്ല. ഇതുവരെ മണ്ണ് ടെസ്റ്റ് ചെയ്തില്ല, അയച്ചാൽ pH ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. 3 വർഷമായിട്ട് എൻ്റെ ഒക്കെ പൂക്കുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സുഹൃത്തിന് അങ്ങനെ ആയിരിക്കും അനുഭവം. അപ്പോൾ അത് നല്ല അനുഭവമാണ്. കാരണം അങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളെ മണ്ണ് അസിഡിക് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കുമ്മായിട്ട് ന്യൂട്രൽ ആക്കേണ്ട ആവശ്യം. ചിലപ്പോൾ ആ സുഹൃത്തിൻ്റെ മണ്ണ് അസിഡിക് ആയിരിക്കില്ല, ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ കുഴപ്പമില്ല. കാരണം ആ സുഹൃത്ത് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ വലിച്ചെടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള എല്ലാ മണ്ണും ന്യൂട്രലായി നിൽക്കുന്ന മണ്ണുകളല്ല. കൂടുതലായിട്ടും അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് നമ്മളെ കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന ടൈമിൽ നമ്മൾ മണ്ണ് ന്യൂട്രൽ ആക്കണം. അത് കുമ്മായം എന്നല്ല, നമ്മൾ മറ്റേത് മാർഗത്തിലൂടെ ആണെങ്കിലും മണ്ണ് ന്യൂട്രൽ ആക്കിയാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കൃഷി ചെയ്താൽ ചെടി അത് മുരടിച്ച് നിൽക്കാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി അടുത്ത എന്താ വെച്ചാൽ, ഒരു സുഹൃത്ത് എനിക്ക് വാട്സാപ്പിൽ ഇപ്പം ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ നല്ല വെയിലത്താണ് റംബൂട്ടാൻ ഒക്കെ വെച്ചിട്ടുള്ളത്. പ്ലാന്റ്സ് ഒരുപാടുണ്ട്, പക്ഷേ റംബൂട്ടാൻ വെച്ചിട്ടുള്ളത് നല്ല വെയിലത്താണ്. അപ്പോൾ ആ സുഹൃത്ത് ഇപ്പോൾ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. വെച്ചാൽ 2 പകൽ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഈ 2 ദിവസം പകൽ ആ ചെടിക്ക് വെള്ളം കൊടുത്തിട്ടില്ല. അപ്പം നല്ല വെയിലത്തായിരുന്നു റംബൂട്ടാൻ. അപ്പോൾ വന്ന് നോക്കുന്ന ടൈമിൽ ഇലകളൊക്കെ വാടി കരിഞ്ഞ് കിടക്കുന്നത്. വെച്ചാൽ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ. അത് കാണുമ്പോൾ വെച്ചാൽ വാട മാത്രമല്ല, അത് ഇലകൾ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് കാരണം എന്നുള്ളത്, കാരണം ആ സുഹൃത്ത് രാസവളങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ, ഇത് പോട്ടിലോ ഡ്രമ്മിലോ നട്ട ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഫുള്ളായിട്ട് അതിൽ നിൽക്കണം എന്നില്ല. സൈഡിൽ കൂടെ ഹോളിൽ കൂടെ ഒക്കെ ഒലിച്ചു പോവാം.
അപ്പോൾ ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ചെറിയ തോതിൽ വെള്ളം കിട്ടും. ഇതങ്ങനെ കിട്ടാതെ ഈ 2 ദിവസം കിട്ടാതെ വന്നതും നല്ല ഡയറക്റ്റായിട്ട് വെയിലടിച്ചതുമാണ് ആ ചെടികൾ ആദ്യം വാടാനും പിന്നെ അത് കരിഞ്ഞു പോകാനുള്ള കാരണത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡെയിലി നനച്ചു കൊടുക്കുന്ന നമ്മളാണ്. ഡ്രമ്മിലും ബോട്ടിലും വെച്ച കഥ കേട്ടോ പറയുന്നത്. മണ്ണിലാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, ചെടികൾ എങ്ങനെയെങ്കിലും വെള്ളം കണ്ടെത്തിക്കോളും വേരുകൾ പോയിട്ട്. നമ്മൾ ഡ്രമ്മിലും ബോട്ടിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കുക തന്നെ വേണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ ചെടികൾ വാടാൻ വേണ്ടി തുടങ്ങും, നല്ല വെയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു സ്റ്റേജ് വരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ നനച്ച് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ ഈ പൊതട്ട് കൊടുക്കണം എന്നുള്ള. കരിയില പച്ചില എന്താണെങ്കിലും നമുക്ക് പൊതട്ട് കൊടുത്തിട്ട് നമ്മൾ നനയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാക്സിമം 2 ദിവസം നമ്മൾ നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ഈർപ്പുണ്ടാവും. കാരണം ഡയറക്റ്റ് വെയിൽ മണ്ണിലേക്ക് തട്ടാത്തത് കൊണ്ട് മേലെ മാത്രമുള്ള ഇപ്പോൾ കരിയില അല്ലെങ്കിൽ പച്ചില അത് മാത്രമേ ഡ്രൈ ആയി കിടക്കുള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞാൽ മണ്ണിൽ ഈർപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ മണ്ണ് ഓപ്പൺ ആക്കിയിട്ടിട്ട് നമ്മൾ 2 ദിവസം നനയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രമ്മിലോ അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ട ചെടികൾ ഇതേപോലെ വാടാനും കരിയാനും ഒക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്